കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കേസാണ് നടിയെ ആക്രമിച്ച കേസ്. അന്നത്തെ നാടകീയ സംഭവങ്ങളും ദിലീപിന്റെ അറസ്റ്റും ജയിൽവാസവും ഒക്കെ എത്രയോ ദിവസങ്ങളാണ് ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിന്നത്. നീണ്ട 8 വർഷം, എത്രയെത്ര സംഭവവികാസങ്ങൾ, പല പല ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ, കഥകൾ. അങ്ങനെ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഏറെ സങ്കീർണമായി മാറി. ഒടുവിൽ ഈ ഡിസംബർ മാസം 8-ന് കേസിൽ വിധി പറയാൻ പോവുകയാണ്. 8-ാം പ്രതിയാണ് നടൻ ദിലീപ്. 1-ാം പ്രതി പൾസർ സുനി എന്ന സുനിൽകുമാർ. ദിലീപിനെ കേസുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ കോടതി അംഗീകരിക്കുമോ? പ്രൈം സ്റ്റോറി. നടിയെ ആക്രമിച്ച കേസിൽ കാത്തിരിക്കുന്ന വിധി എന്താ? ഗൂഢാലോചന തെളിയിക്കാൻ മാത്രം ശക്തമാണോ തെളിവുകൾ? ജയിലിൽ നിന്നുള്ള പൾസർ സുനിയുടെ കത്തും സഹതടവുകാരോടുള്ള ഏറ്റുപറച്ചിലുമൊക്കെ തെളിവാകുമോ? ചോദ്യങ്ങൾ ഒട്ടനവധിയാണ്. ബിനിൽ പറയും കൊച്ചിയിൽ നിന്ന്. ബിനിൽ, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഡിസംബർ 8-ന് കാത്തിരിക്കുന്നത്. കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയത്തിൽ ആ കേസിലെ വിധിയും നിർണായകമാണ്. എന്ത് സംഭവിച്ചു കോടതിയിൽ? എന്ത് പ്രതീക്ഷിക്കാം? ദിവിഷയെ നടിയെ ആക്രമിച്ച കേസിലെ വിധി വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് ഈ കേസിലെ വിധിക്കൊപ്പം തന്നെ നടൻ ദിലീപിന്റെ ഭാവി എന്താകും, ദിലീപിന് കോടതിയുടെ തീരുമാനം അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന് തന്നെയാകും. കാരണം ഡിസംബർ 8 ഏറ്റവും പ്രധാനപ്പെട്ടത് ദിലീപിന് തന്നെയാണ്. കാരണം ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം എന്ന് പറയുന്നത് 8-ാം പ്രതിയായ ദിലീപ് തന്നെയാണ്. കാരണം ഈ കേസിലെ ആദ്യഘട്ടത്തിൽ കുറ്റപത്രത്തിലോ സാക്ഷിപ്പട്ടികയിലോ പോലും ഇല്ലാത്തയാളായിരുന്നു ദിലീപ്. ദിലീപ് എങ്ങനെ ഈ കേസിലേക്ക് പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ദിലീപ് തന്നെ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോഴാണ് ഒളിഞ്ഞിരുന്ന ഇതിന്റെ ഗൂഢാലോചനക്കാരൻ ദിലീപാണ് എന്ന് വെളിവാകുകയും ദിലീപ് ഈ കേസിലെ പ്രതിയായി മാറുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗൂഢാലോചന കുറ്റം തെളിയിച്ചെടുക്കുക എന്നതാണ് ഒരു ക്രിമിനൽ കേസിൽ അന്വേഷണ ഏജൻസിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അതായത് ആദ്യ കുറ്റപത്രത്തിൽ ഇല്ലാതിരുന്ന ഒരു പ്രതി രണ്ടാമത് അന്വേഷണം നടത്തുമ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. ആ വ്യക്തിയുടെ പ്രേരണയിലാണ് ഇത് മുഴുവൻ നടന്നത് എന്ന് വരുന്നു. അപ്പോൾ ആ തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുക, ആ തെളിവുകൾ എത്രമാത്രം കോടതി വിശ്വാസത്തിലെടുക്കും, അതൊക്കെയായിരിക്കും ഈ ഡിസംബർ 8-ാം തീയതി നമ്മൾ അറിയാൻ പോകുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ വിചാരണ ഒരു ഘട്ടം പിന്നിട്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുമായി വരുന്നത്. അങ്ങനെയാണ് കേസിന്റെ വിചാരണ നിർത്തിവെച്ച് വീണ്ടും തുടരന്വേഷണത്തിലേക്ക് പോകുന്നതും ദിലീപിനെതിരെ പുതിയ കേസടക്കം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും. അതായത് ഈ പ്രധാനപ്പെട്ട കേസിലെ തെളിവ് നശിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. അത്തരത്തിൽ ഈ കേസിന്റെ വിചാരണയെ തന്നെ മാറ്റിമറിച്ച വെളിപ്പെടുത്തലുകൾ നിറഞ്ഞിട്ടുള്ള ഒരു കേസ് കൂടിയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഭവം, അതായത് ഇതൊരു കൊട്ടേഷൻ ആക്രമണമാണ്. ആ കൊട്ടേഷൻ ആക്രമണത്തിൽ പൾസർ സുനിയും 6 പേരുമാണ് പ്രധാനപ്പെട്ട പ്രതികൾ. അതായത് നേരിട്ട് ഈ ക്രൈമിൽ പങ്കെടുത്തിട്ടുള്ളവർ. പക്ഷേ ആ നേരിട്ട് ക്രൈമിൽ പങ്കെടുക്കാത്ത മറ്റുള്ളവർ, അതായത് ദിലീപ് അടക്കം, ദിലീപിനുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടവരും, അവർ ഈ കേസിൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ പ്രോസിക്യൂഷന് എത്രമാത്രം ദിലീപിനെ കണക്ട് ചെയ്യാൻ കഴിയുന്ന തെളിവുകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് എത്രമാത്രം കോടതി വിശ്വാസത്തിലെടുക്കും, അതിനെ ഒക്കെ ആശ്രയിച്ചായിരിക്കും ഡിസംബർ 8-ന് ആ നിർണായകമായ വിധി പ്രസ്താവം വരാൻ പോകുന്നത്. ആ തീയതിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. തൊട്ടടുത്ത ദിവസം സംസ്ഥാനം ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ് ആദ്യഘട്ട. അതിന് തൊട്ടു തലേന്നാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ആ വിധി പ്രസ്താവത്തിലേക്ക് കോടതി പോകുന്നത്. അന്ന് എന്തായാലും ഈ കേസിൽ ആരൊക്കെയാണ് കുറ്റക്കാർ അല്ലാത്തവർ എന്നത് വെളിവാകുകയും ചെയ്യും. ബില്ലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.